കൊല്ലം ജില്ലയിലെ കുന്നിക്കോട്ട് 7 വയസ്സുകാരി പേ വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ KB ഗണേഷ് കുമാർ, പത്തനാപുരം നിയമസഭാംഗം കൂടിയ KB ഗണേഷ് കുമാർ മന്ത്രി അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം കത്ത് കൊടുക്കുമെന്ന് പറയുന്നു. വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കുട്ടി ചികിത്സിച്ചത്. അവിടെ കുട്ടിക്ക് ലഭിച്ചത് മികച്ച ചികിത്സയാണെന്നും KB ഗണേഷ് കുമാർ അവകാശപ്പെട്ടു. ഈ സംഭവം നടന്നതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയോട് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വേണ്ട ചികിത്സകളൊക്കെ നൽകിയിരുന്നു. അതിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നല്ല ചികിത്സ തന്നെയാണ് ലഭ്യമാക്കിയത്. റാബീസിനുള്ള ഇഞ്ചക്ഷൻ പോലും സാധാരണ PHCകൾ ഉണ്ടാവാറില്ല. പക്ഷെ അവിടെ അതുണ്ടായിരുന്നു. ഡോക്ടർ അത് വളരെ കാര്യമായി ചെയ്തു. പക്ഷേ പുനലൂർ ആശുപത്രി ചെന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കൂടെ പോയ ബന്ധുക്കൾക്കും ഒരു മോശം അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏപ്രിൽ 8-ാം തീയതി അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണം അടിയന്തരമായി നടത്തിക്കും. ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മന്ത്രി KB ഗണേഷ് കുമാറിനോട് ഈ കുടുംബാംഗങ്ങൾ പരാതി പറഞ്ഞു. എന്താണ് ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹം ചെയ്യാനുള്ള സാഹചര്യം? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടെ മന്ത്രി KB ഗണേഷ് കുമാർ തെരുവുനായുടെ ആക്രമണത്തെ തുടർന്ന് പേവിഷബാധയേറ്റു മരിച്ച നിയ ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലെത്തി ബന്ധുക്കളോട് വിവരങ്ങളൊക്കെ തേടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മന്ത്രിയെ കണ്ടപ്പോൾ വീട്ടുകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ വൈകിപ്പിച്ചതും അതുപോലെ തന്നെ ചികിത്സയിൽ പിഴവുണ്ടായതുമായ കാര്യങ്ങൾ ഇവർ നേരിട്ട് കണ്ട ചില കാര്യങ്ങളൊക്കെ മന്ത്രി KB ഗണേഷ് കുമാറിനോട് വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ അവിടുത്തെ കുന്നിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് കുട്ടിക്ക് ആദ്യ IDRB ഉൾപ്പെടെ നൽകിയത്. അവിടെയൊന്നും തന്നെ പിഴവുകൾ ഉണ്ടായിട്ടില്ല. പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് വീട്ടുകാർക്ക് പരാതിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ട് കത്ത് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇത് ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഈ വീഴ്ച പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീട്ടുകാർക്ക് ഈ ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർക്കുള്ള പരാതികളൊക്കെ തന്നെ നേരിട്ട് ആരോഗ്യമന്ത്രിയെ അറിയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഒരുക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് വീട്ടുകാർക്ക്. എന്തായാലും ഈ സംഭവത്തിൽ ഈ 24 കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീട്ടുകാരുടെ താലൂക്ക് ആശുപത്രിയിലെ പിഴ ഉൾപ്പെടെ നമ്മളോട് അവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങൾ നമ്മളാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയ ഉന്നതതല സംഘം ഉൾപ്പെടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.